ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 51 സങ്കീർത്തനം 11 തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് ഹൃദയ തകർച്ചയോടെ തന്നെ വിളിച്ച കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിയോടെ പറയുകയാണ്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് ദാവീദ് ചൊല്ലുന്നത്. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. താൻ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവാണ്. എൻ്റെ രാജസ്ഥാനം എടുത്തു കളയരുതേ. എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി കളയരുതേ. എൻ്റെ പൊളിറ്റിക്കൽ പവർ, മണി പവർ, എൻ്റെ സ്ഥാനമാനങ്ങൾ, എൻ്റെ അധികാരം, ആൾബലം, പദവികൾ, സ്വാധീനങ്ങൾ, ഇതൊന്നും എടുത്തു കളയരുതേ എന്നല്ല ദാവീദ് പ്രാർത്ഥിച്ചത്. ഇതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടാലും പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്. പരിശുദ്ധാത്മാവിനെ തനിക്ക് ഇല്ലാതെ പോകരുത്. ഹൃദയ വിളിയോടെ ദാവീദ് പറയാണ്, കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. പരിശുദ്ധാത്മാവിനെ മാത്രം അങ്ങെടുത്ത് മാറ്റരുത്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ജീവിതത്തിൽ നിന്ന് വിട്ടുപോയാൽ ആ ജീവിതത്തിന് സംഭവിക്കുന്ന ദുരന്തം എത്ര വലുതാണെന്ന് ദാവീദ് കൃത്യമായി കണ്ടവനാണ്. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ കൊടിയ പരാജയം, ആ വ്യക്തിക്കുണ്ടാകുന്ന കഠിനമായ നാശം എത്ര കഠോരമാണെന്ന് ദാവീദ് തൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചവനാണ്. എൻ്റെ സഹോദരങ്ങളെ, സങ്കീർത്തകനായ ദാവീദിനോട് ചേർന്ന് നമ്മൾ ക്രിസ്മസ് സീസണിലാണ്. നമ്മുടെ കർത്താവിനെ വരവേൽക്കുവാൻ, നമ്മുടെ ഈശോയുടെ ജനന തിരുനാൾ ഏറ്റവും ഒരുക്കത്തോടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്മസിൻ്റെ യഥാർത്ഥ ചൈതന്യം നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലെല്ലാം നിറയപ്പെടുവാൻ നമുക്ക് ആത്മാർത്ഥമായി പറയാം, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, സമൂഹങ്ങളിലേക്ക് വരണമേ. തിരുസഭ മുഴുവൻ്റെ മേലും ആത്മാവേ വരണമേ. ആഗ്രഹത്തോടൊന്ന് പ്രാർത്ഥിച്ച് മനസ്സിൻ്റെ ഭാരങ്ങൾ, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ നമ്മൾ അലട്ടുന്ന ഒരുപാട് ജീവിത പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ അടിയറു വെച്ചുകൊണ്ട് അതിന്മേലെല്ലാം ആത്മശക്തി വ്യാപരിക്കുക, ആത്മാവിൻ്റെ തീ സാന്നിധ്യം ഇറങ്ങുവാൻ, പരിശുദ്ധാത്മാവിന് ശക്തമായ വ്യാപനമുണ്ടാകുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. വലുതുകരം ഉയർത്തി പ്രകാരം പ്രാർത്ഥിക്കുന്നു, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളെ ഉണർത്തണമേ, ശക്തീകരിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കം ഹോളി സ്പിരിറ്റ്. വരിക പരിശുദ്ധാത്മാവേ. ഇരുകരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് വലിയ ദാഹത്തോടെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് പാടുകയാണ്. കം ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ, നിറയണമേ. ഈ സഭ
ലോകത്തിലേക്ക് വരിക, കുടുംബങ്ങളിലേക്ക് വരിക. നിറയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ പ്രാർത്ഥിക്കുന്നു, അമ്മാവേ, രോഗികളെ സുഖപ്പെടുത്തണമേ. അവിടുത്തെ നാമത്തിൽ തകർന്നവരെ ശാസിക്കുന്നു. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. അന്ധകാരമേ, പരിശുദ്ധാത്മാവേ, ബന്ധനങ്ങളെ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. കരങ്ങൾ ഉയർത്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ വിളിക്കുന്നു. ആത്മാവേ വരിക, വരിക, വരിക. പരിശുദ്ധാത്മാവേ, അനേകായിരങ്ങളിൽ നിറയുക, കുടുംബങ്ങളെ ശുദ്ധീകരിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, കഠിന ഹൃദയങ്ങളെ തുറക്കുക, സമൂഹങ്ങളെ ശുദ്ധീകരിക്കുക, തലമുറകളെ സുഖപ്പെടുത്തുക. Come Holy Spirit, Spirit move. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, ജ്വലിക്കണമേ, ജ്വലിക്കണമേ, പരിശുദ്ധാത്മാവേ ജ്വലിക്കണമേ, പകരണമേ, പരിശുദ്ധാത്മാവേ പകരണമേ, പരിശുദ്ധാത്മാവേ പകരണമേ, ആത്മാവേ വ്യാപരിക്കണമേ, ആത്മാവേ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. പരിശുദ്ധ അമ്മ മാതാവേ, വചനത്തിൻ്റെ അമ്മേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശോ ജനിക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈശോ ജനിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥവും സഹായം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ നിർമ്മലമാക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ് ഓരോ ദിനവും നമ്മുടെ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ വചനം മുറിച്ച് അവിടുന്ന് നമുക്ക് ഭക്ഷിക്കാൻ തരുന്നു. തൻ്റെ രക്തശരീരങ്ങൾ ദിനംതോറും ഓരോ പരിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. കർത്താവിൻ്റെ കാരുണ്യം ശാശ്വതമാണ്. ഈ ക്രിസ്മസ് സീസണിൽ നമ്മുടെ കർത്താവിൻ്റെ ജനന തിരുനാൾ ഏറ്റവും ഒരുക്കത്തോടെ ആഘോഷിക്കുവാൻ നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് നമുക്കൊരു അനുഭവമായി മാറണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ജനിച്ച് അവിടുത്തെ സ്നേഹത്തിലും വചനത്തിലും ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും അഭിഷേകവും കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം നിർജീവമാണ്. നമ്മുടെ വിശ്വാസ ജീവിതം അത് ഡെഡാണ്, മരണകരമായൊരവസ്ഥയാണ്. സഹോദരങ്ങളെ, നമ്മളെന്തുമാത്രം ക്രിസ്മസ് ആഘോഷിച്ചാലും കർത്താവിൻ്റെ ഈ പിറവി തിരുനാൾ നമ്മുടെ ജീവിതത്തിന് കൃപയായ അനുഗ്രഹമായി ഒരു ലിവിങ് എക്സ്പീരിയൻസ്, ജീവിക്കുന്നൊരു അനുഭവമായി മാറണമെങ്കിൽ പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനവും സാന്നിധ്യവും നമുക്ക് കൂടിയേ തീരൂ. നമ്മുടെ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നോക്കി പ്രകാരം പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും.
ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വളരെ നിർണായകമായ ഒരു പ്രബോധനം കർത്താവ് നമുക്ക് തരികയാണ്. ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തീകരിക്കപ്പെടുന്നു, നമ്മൾ എംപവർ ചെയ്യപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള ശക്തീകരണമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിലും സഭയുടെ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മുടെ വിശ്വാസം അത് അത് ദൃഢതയുള്ളതായി തീരണമെങ്കിൽ, നമ്മുടെ വിശ്വാസ ജീവിതം തീ പോലെ ജ്വലിക്കണമെങ്കിൽ പരിശുദ്ധാത്മ പ്രവർത്തനം കൂടിയേ തീരൂ. ഇന്ന് പലപ്പോഴും നമ്മൾ ചത്തതിന് തുല്യമായിട്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതം. നമ്മൾക്ക് ആഘോഷങ്ങളുണ്ട്, നമുക്ക് തിരുനാളുകളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇതെല്ലാം നമുക്കുണ്ടെങ്കിലും നമ്മളിന്ന് അനേകർ ചത്തതിന് തുല്യമായി ജീവിച്ചു കൊണ്ടിരിക്കുക. പലരുടെയും അവസ്ഥ കല്ലറയിൽ നിന്ന് പുറത്തു വന്ന ലാസറിൻ്റെ അനുഭവമാണ്. ജീവനുണ്ടോ? ജീവനുണ്ട്, പക്ഷേ ആ ജീവൻ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം നാടകളാൽ, തുണികളാൽ ശരീരം മുഴുവൻ ബന്ധിതമാണ്. അങ്ങോട്ടൊന്ന് ചലിക്കുവാനോ ഇങ്ങോട്ടൊന്ന് മാറുവാനോ സ്വയം എന്തെങ്കിലും ചെയ്യുവാനോ കഴിയാത്ത വിധം ബന്ധിതമായ അവസ്ഥയിലാണ് ഇന്ന് ഒത്തിരിയേറെ ജീവിതങ്ങൾ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ, ആത്മാവ് നമ്മളിൽ നിറയുമ്പോൾ, നമ്മിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഒന്നാമതായി നമ്മൾ ശക്തീകരിക്കപ്പെടുന്നു, എംപവർ ചെയ്യപ്പെടുന്നു. നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായ ബന്ധം, ആ ഇൻറ്റിമസി അത് കൂടുതൽ കൂടുതൽ ബലപ്പെടുകയാണ്, ആർജിക്കുകയാണ്. ദൈവവചനത്തിലുള്ള നമ്മുടെ സ്ഥിരത, വചനത്തോടുള്ള ഹൃദയത്തുറവി, ദൈവവചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, വചനം ഭക്ഷിക്കുവാൻ, വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാനുള്ള തീഷ്ണത നമ്മളിൽ വർദ്ധിക്കുന്നു. പ്രാർത്ഥിക്കുവാനുള്ള ആത്മഭാരം പെരുകുന്നു. വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുന്നു. കർത്താവിൻ്റെ വചനത്തിന് ഏത് സാഹചര്യത്തിലും സാക്ഷ്യം നൽകാൻ പറ്റുന്നു. ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമ്പോൾ. ആത്മാവിൻ്റെ നിറവും കൃപയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ എംപവർ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ ശക്തി പ്രദാനം ചെയ്യും. ഇത് ഡുനാമിസ് ആണ്. ആത്മശക്തി എന്ന് പറയുന്നത് അത് വെറും നമ്മുടെ മസിൽ പവർ പോലെയുള്ള ഒരു മാനുഷികമായ ശക്തിയല്ല, ഇത് ഉന്നതത്തിലെ ശക്തിയാണ്. ആത്മാവിൻ്റെ ശക്തി അത് ഉയരത്തിലെ ശക്തിയാണ്, അത് ഡുനാമിസ് ആണ്. അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ അസാധാരണമായ ശക്തി എത്രേ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഈ ആത്മശക്തി നമ്മിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതം കൃപയുള്ളതായി തീരുന്നത്. കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ നമുക്ക് കഴിയുന്നത്, ദൈവവചനത്തിൻ്റെ ആനന്ദം അനുഭവിച്ച് കർത്താവിനോട് ചേർന്ന് ഈ ലോക ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നു. അപ്പോഴാണ് ക്രിസ്തുമസായി മാറുന്നത്. അല്ലെങ്കിൽ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിപൊളികൾ കൊണ്ട് ക്രിസ്തുമസ് ആവില്ല. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണമെങ്കിൽ, ആ ഒരു ലിവിങ് എക്സ്പീരിയൻസ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം, പരിശുദ്ധാത്മാവ് ഇടപെടണം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് ഈ വെറും വാക്ക് പറഞ്ഞ് പോവല്ലേ ചെയ്തത്.
തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ തൻ്റെ ആത്മാവിനാൽ അവിടുന്ന് ശക്തീകരിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ നാളിലോട്ട് വരുമ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അവരെല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞു. എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച തിരുവചനമാണിത്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവിനാൽ നിറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മ നിറയപ്പെട്ടവരാകണം, ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നവരാകണം. അപ്പോൾ നമ്മുടെ വിശ്വാസം, കർത്താവുമായിട്ടുള്ള നമ്മുടെ എൻകൗണ്ടർ, കർത്താവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ആത്മീയ ജീവിതം, ഇതെല്ലാം ത്രില്ലിംഗായി, വളരെ വൈബ്രൻ്റായി നമുക്ക് അനുഭവിക്കാൻ കഴിയും ഈ ആത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുമ്പോൾ. അപ്പോൾ ആദ്യ പെന്തക്കൊസ്തയിൽ ശിഷ്യ സമൂഹത്തിലേക്ക് അതിശക്തമായ വിധം ആത്മാവിൻ്റെ പവർ ഇറങ്ങി വന്നു. എന്നാൽ സഹോദരങ്ങളെ, നമുക്കൊരിക്കൽ മാത്രം ഈ ആത്മശക്തി അനുഭവിച്ചാൽ പോരാ. നമ്മൾ ദിനംതോറും ആത്മാവിൻ്റെ നിറവിൽ, ആത്മശക്തിയിൽ, ആത്മകൃപയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പലപ്പോഴും നമുക്ക് ഈ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും ഇന്ന് വിശ്വാസം ഒരു ബോറിംഗ് ആയി തോന്നുന്നത്. കർത്താവിനോട് കൂടെയുള്ള ഈ ജീവിതം പലർക്കും ഒരു 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 അനാവശ്യ ചെലവായി, അല്ലെങ്കിൽ ഇതൊരു ബാധ്യതയായി, അല്ലെങ്കിൽ ഇത് ഒരു ബോറൻ ജീവിതമായി, ഇതിന് ഒരു പ്രസക്തിയുമില്ല, ഒരു വിലയില്ലാത്ത, ഇത് ചുമ്മാ ഒരു 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 പ്രയോജനമില്ലാത്ത വ്യർത്ഥമായ ഒന്നായി പലർക്കും കർത്താവിനോടൊപ്പമുള്ള ജീവിതം തോന്നുന്നതിൻ്റെ കാരണം അനോയിൻറ്റിങ് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. പരിശുദ്ധാത്മ പ്രവർത്തനമില്ലാതെ പോകുന്നു. സഹോദരങ്ങളെ, ഇവിടെ ശ്രദ്ധിച്ച്, അതിശക്തമായ വിധത്തിൽ ഇവർ ആത്മാവിൽ നിറഞ്ഞവരാ. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രതിസന്ധി അവിടെ മുൻപിലുണ്ടായി. ആ പ്രതിസന്ധിയിൽ സഭ ഒന്നിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതിന് റിസൾട്ട് എന്തായിരുന്നു? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:31 വരുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ധൈര്യപൂർവം, ശ്രദ്ധിച്ചേ, ധൈര്യപൂർവം അവരെ മുൻപിൽ വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും, അവർക്ക് മരണകരമായ വിധത്തിലുള്ള മാരകമായ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും പ്രതികൂലങ്ങളൊക്കെ അവിടെ മുൻപിലുണ്ട്. പക്ഷെ ഇതിനെല്ലാം നടുവിൽ ധൈര്യപൂർവം എല്ലാവരും വിശ്വസിച്ച വചനം ഏറ്റുപറഞ്ഞ് ധൈര്യപൂർവം ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. ഹല്ലേലൂയ! ഇതാണ് ആത്മശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. വലിയ പ്രതികൂലത്തിൻ്റെ മധ്യേ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കാൻ പോലും പാടില്ല, യേശു നാമത്തിലൊന്നും പഠിപ്പിക്കരുത്, പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് ജനപ്രമാണികളും യഹൂദ മത അധികാരികളും അവരെ ബാൻ ചെയ്യാണ്, അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ കൊടിയ ഭീഷണിയുടെയും പ്രതിസന്ധിയുടെ നടുവിലാണ് അവർ ധീരതയോടെ ധൈര്യപൂർവം കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകിയത്. അത് ഹോളി സ്പിരിറ്റാണ്. അതാണ് ആത്മാവിൻ്റെ പ്രവർത്തനം, പരിശുദ്ധാത്മ പ്രവർത്തനം. എന്തുകൊണ്ട് അവർക്ക് ഈ വിധം സാക്ഷ്യം നൽകാൻ പറ്റിയത്, ഈ പ്രതിസന്ധികൾ അതിജീവിക്കാൻ പറ്റിയത്, വെല്ലുവിളികളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് ആത്മാവിൻ്റെ ശക്തിയാണ്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങൾ ശക്തീകരിക്കപ്പെടും, നിങ്ങൾ ശക്തി പ്രാപിക്കും. പവർ, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എല്ലാവരും ശ്രദ്ധിച്ച് ശക്തി ലഭിക്കും. നമുക്ക് ഈ പവർ ഇന്ന് വേണം സഹോദരങ്ങളെ. നമുക്കിന്ന് ഈ പവർ ഇല്ലാത്തതാണ് നമ്മുടെ തകർച്ചയുടെ കാരണം, നമ്മുടെ പ്രതിസന്ധിയുടെ കാരണം, നമ്മുടെ ശുഷ്കതയുടെ കാരണം. നമ്മൾ ഈ ദുർബലപ്പെട്ട് നമ്മളിങ്ങനെ ക്ഷയിച്ച് വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ ശക്തി നമുക്ക് ചോർന്നു പോയി. നമ്മുടെ മേൽ പകരപ്പെട്ട ഈ ശക്തി കെട്ടുപോയി സഹോദരങ്ങളെ. ഇത് വീണ്ടും നമ്മളിൽ ജ്വലിക്കണം, വീണ്ടും നമ്മളിൽ പെരുകി വരണം. ഈ ശക്തിയുടെ വർധനവ് നമുക്കിന്ന് ആവശ്യമാണ്. നമ്മളിത് മനസ്സിലാക്കണം.
അതിനാണ് ഈ ക്രിസ്മസ്. നമുക്ക് എങ്ങനെ ഈ ആത്മശക്തി കിട്ടുക? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വചനത്തിലോട്ട് വരുമ്പോൾ നാം കാണുന്നുണ്ട്, യേശുവിൻ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമിയിലേക്ക് നയിച്ചു. നമ്മൾ ഈ ക്രിസ്മസ് സമയം ഇത് പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും പരിത്യാഗത്തിൻ്റെയും നാളുകളാണ്. എൻ്റെ സഹോദരങ്ങളെ, മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. അവിടെ 40 ദിനരാത്രങ്ങൾ കർത്താവ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിച്ചു. ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ചില മരുഭൂമി അനുഭവങ്ങൾ കർത്താവ് അനുവദിക്കുന്നത് നമ്മുടെ ആത്മശക്തിയിൽ വർദ്ധിച്ചു വരുവാനാണ്. എന്താണ് ഈ മരുഭൂമി അനുഭവം? നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, കണ്ണുനീരുകൾ, വേദനകൾ, രോഗങ്ങൾ, അപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകുന്ന ചില തകർച്ചകൾ, പരാജയങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതൊന്നില്ലാത്ത ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? സഹനങ്ങളില്ലാത്ത ആരെങ്കിലും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ? എനിക്ക് ഒരു കണ്ണുനീരുമില്ല, ഒരു ദുരിതമോ പരാജയമോ വേദനയോ സങ്കടമോ എനിക്കില്ല എന്ന് ആർക്കെങ്കിലും സത്യസന്ധമായി പറയാൻ പറ്റുമോ? മനുഷ്യരാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ട് സഹോദരങ്ങളെ. പക്ഷെ എന്തിനാണ് ഈ മരുഭൂമിയിലേക്ക്, ഇതുപോലെ ചില സഹനങ്ങളിലേക്ക്, ചില കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലേക്ക്, ചില ദുരിതങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, പരാജയങ്ങളിലേക്ക്, വേദനകളിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെയും നിന്നെയും നയിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ നശിക്കാനല്ല, നമ്മുടെ ജീവിതം തകർന്ന് ഇല്ലാതായി പോകാനല്ല. സഹോദരങ്ങളെ, ഈ മരുഭൂമിയുടെ മധ്യയാണ് സ്വർഗം നമ്മെ ശക്തീകരിക്കുന്നത്, ബലപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ചില മരുഭൂമികൾ സ്വർഗം അനുവദിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ചില മരുഭൂമികൾ കർത്താവ് നൽകുന്ന കൃപയുടെ സമ്മാനങ്ങളാണ്. മരുഭൂമി അനുഭവങ്ങൾ നമുക്കില്ലെങ്കിൽ നമ്മുടെ ആത്മാവിൽ മൃതരായി പോകും, നമ്മുടെ വിശ്വാസ ജീവിതം നിർജീവമാകും, നമ്മുടെ ആത്മീയ ജീവിതം ഇരുട്ടിലായി പോകും. അതുകൊണ്ട് തന്നെയാണ് ചില മരുഭൂമി അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ നയിക്കുക. അവിടെ നമ്മൾ എംപവർ ചെയ്യപ്പെടുക, ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടുകയാണ്. ഈ പ്രതിസന്ധിയിലൂടെ, ഈ കണ്ണുനീരിലൂടെ, വേദനയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, അതിൻ്റെ പ്രഷർ നമ്മളെ ഞെരുക്കുമ്പോൾ നമ്മൾ വിളിക്കും, കർത്താവേ സഹായിക്കണമേ, കർത്താവ് ഇടപെടണമേ, കർത്താവ് ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തും, നമ്മെ ശക്തീകരിക്കും. മരുഭൂമി അനുഭവങ്ങളെ ഓർത്ത് നന്ദി പറയാം കർത്താവിന്. രണ്ടാമത്, ഈ ആത്മശക്തി നമ്മളിൽ വർദ്ധിക്കാൻ സഹോദരങ്ങളെ പ്രാർത്ഥനയും ഉപവാസവുമാണ്. ഈ ക്രിസ്മസ് സമയം, അതിനുള്ള സമയം ധാരാളം പ്രാർത്ഥിക്കുക, നമ്മൾ സാധിക്കുന്നതിൽ ഉപവസിക്കുക, ത്യാഗങ്ങൾ എടുക്കുക, ഒരു തപസ്സിൻ്റെ ചൈതന്യത്തിലേക്ക് വരിക. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ക്രിസ്മസ് സമയത്ത് മാത്രമല്ല, എവരിഡേ ദിനം തോറും ഒരു തപസ്സിൻ്റെ, പ്രാർത്ഥനയുടെ, ആരാധനയുടെ ചൈതന്യത്തിൽ ദൈവജനം ജീവിക്കാൻ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പരിശീലിക്കണം. നമ്മുടെ ആത്മശക്തി വർദ്ധിക്കും. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആരാധനയുടെയും ആത്മാവ് നമ്മിലുള്ള ദൈവശക്തിയെ വർദ്ധിപ്പിക്കും. പവർ ഓഫ് ഗാഡ്, ദൈവശക്തി നമ്മളിൽ പെരുകാൻ തുടങ്ങും. മൂന്നാമത് അവിടെ പറയുന്നത് എന്താണ്? ലൂക്കായുടെ സുവിശേഷം 4:12-13 വചനത്തിലൂടെ വരുമ്പോൾ കാണാൻ പറ്റും. പിശാച് നിശ്ചിത കാലത്തേക്ക് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് കർത്താവിന് വിട്ടുപോവുകയാണ്. പ്രാർത്ഥനയിലൂടെയും ഈ ഉപവാസത്തിലൂടെയും താൻ നേടിയെടുത്ത ആത്മശക്തിയിലെ പിശാചിൻ്റെ പ്രലോഭനങ്ങളെയെല്ലാം കർത്താവ് അതിജീവിക്കുകയാണ്. ആ പ്രലോഭനങ്ങളെല്ലാം കർത്താവ് തകർത്ത് കളയുകയാണ്. തന്നെ സ്വാധീനിക്കുവാനോ തന്നെ അറ്റാക്ക് ചെയ്യുവാനോ ഒന്നും ഈ പൈശാചിക പ്രലോഭനങ്ങൾക്ക് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, പ്രാർത്ഥനയുടെ ആത്മാവിൽ, തപസ്സിൻ്റെ ആത്മാവിൽ, ഉപവാസത്തിൻ്റെ അരൂപിയിൽ ഈ പ്രലോഭനങ്ങളെയെല്ലാം നമ്മുടെ കർത്താവ് അതിജീവിച്ച് വിജയം വരിക്കുകയാണ്. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞത് ഹല്ലേലൂയ.
ഈ നോമ്പ് കാലഘട്ടത്തിൽ പരിശുദ്ധാത്മ നമ്മോട് പറയുന്ന സത്യം ഇതാണ്. പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയിൽ, പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ, തപസ്സിൻ്റെ അരൂപിയിൽ, ദൈവ ആശ്രയത്വത്തിൽ ഓരോ പ്രലോഭനത്തെയും നമ്മൾ അതിജീവിക്കുമ്പോൾ ഓവർകം ചെയ്യുമ്പോൾ നമ്മിലുള്ള സ്പിരിച്വൽ പവർ, നമ്മിലുള്ള ആത്മാവിൻ്റെ ശക്തി അത് പെരുകുകയാണ്, വർദ്ധിച്ച് വരികയാണ്. സ്തുതിക്കുന്നു സഹോദരങ്ങളെ. പ്രലോഭനങ്ങൾ അതിജീവിക്കുമ്പോൾ, പ്രാർത്ഥനയിലും താപസരൂപിയിലും ആരാധനയിൽ നീ ജീവിക്കുമ്പോൾ, മരുഭൂമി അനുഭവങ്ങളിൽ ആത്മാവിനെ ആശ്രയിച്ച് ഈ സഹനങ്ങളെ, വേദനകളെ നീ കൃപകളായി സ്വീകരിക്കുമ്പോൾ നമ്മിലുള്ള ആത്മാവിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. റിസൾട്ട് എന്താണ്? ലൂക്ക 4:14 വരിക. അവിടെ നിന്ന് പറയുന്നത്, അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലായിലേക്ക് മടങ്ങിപ്പോയി. ആത്മാവിൻ്റെ ശക്തിയോടെ സഹോദരങ്ങളെ, ഈ ആത്മശക്തിയുടെ അനുഭവം നമുക്കുണ്ടാകട്ടെ. ഞാൻ വീണ്ടും ആ വചനത്തോട്ട് വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കും. ഡുനാമിസ്, പവർ. ഈ ആത്മശക്തിയിൽ നിറഞ്ഞുള്ളൊരു ജീവിതം നയിക്കുവാൻ നമുക്കെന്നും ആഗ്രഹിക്കാം. ഈ ക്രിസ്മസ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആ രക്ഷാകരമായ നിറവനുഭവിച്ച്, കർത്താവിൻ്റെ വചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ച് ജീവിക്കുന്ന ജീവിതങ്ങളായി നമുക്കെല്ലാം മാറ്റപ്പെടാം. അതിനായി സ്വർഗം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളെ വിലപ്പെട്ട നിയോഗങ്ങളെയും കുടുംബം മുഴുവനെയും കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ